കഴിഞ്ഞ വർഷം വരെ പിന്തുടർന്നത് മറ്റൊരു രീതിയായിരുന്നു. എഞ്ചിനീയറിംഗിനും ഫാർമസി എൻട്രൻസിനും റാങ്ക് കണക്കാക്കുന്ന രീതി തന്നെ മറ്റൊന്നായിരുന്നു. പക്ഷേ അത്രയും വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഈ CBSE പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട റാങ്ക് ലഭിക്കുന്നു, എന്നാൽ അതേ മാർക്ക് വാങ്ങിയ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റാങ്ക് കുറച്ച് കിട്ടുന്നു എന്നൊക്കെയുള്ള പരാതികൾ, ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഈ പുതിയ ഒരു റാങ്കിംഗ് സമ്പ്രദായം കൊണ്ടുവന്നത്. പക്ഷേ അതിൽ പ്രശ്നം പറ്റിയത് ഈ പ്രോസ്പെക്ടസ് നേരത്തെ തയ്യാറാക്കിയിരുന്നു. അതിൽ പറഞ്ഞത് പഴയ പ്രകാരമാണ്. പക്ഷേ പിന്നീട് റാങ്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വീകരിച്ചത് മറ്റൊരു ക്രമീകരണം, പുതിയ രീതിയുമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ പുതിയ രീതി? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തുല്യമായ വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് ഒരു മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായത്? എന്തുകൊണ്ടാണ് ഈ കീം ഫോർമുലയിൽ ഈ വർഷം മാറ്റം വരുത്തത്? പുതിയ മാറ്റങ്ങൾ എങ്ങനെയാണ്? ഇതെല്ലാം നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ ഈ എക്സ്പ്ലെയിനർ കാണാം. സംസ്ഥാന സിലബസ് CBSE, ICSE +2 സയൻസ് പഠിച്ച വിദ്യാർത്ഥികളാണ് എഞ്ചിനീയറിംഗ്, ഫാർമസി പ്രവേശനത്തിനുള്ള കീം എൻട്രൻസ് പരീക്ഷകൾ എഴുതിയത്. 300 മാർക്കുള്ള എൻട്രൻസ് പരീക്ഷയുടെ ഫലം, ഒപ്പം +2 പരീക്ഷാ ഫലത്തിലെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് 300ലേക്ക് കൺവെർട്ട് ചെയ്ത് ആകെ 600 മാർക്കിനാണ് കീമിന്റെ ഫലം പ്രസിദ്ധീകരിച്ചത്. മുൻ വർഷങ്ങളിൽ തുടർന്നു വന്ന രീതി പൂർണ്ണമായും മാറ്റി പുതിയ ഫോർമുല ഉപയോഗിച്ചാണ് 3 കീം വിഷയങ്ങളുടെയും മാർക്ക് ഇത്തവണ കണക്കാക്കിയത്. മുൻ വർഷങ്ങളിലെ ഫോർമുല പ്രകാരം CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ 35 മാർക്ക് വരെ അധികമായി കീം എൻട്രൻസിന് ലഭിച്ചിരുന്നു. അതായത് സംസ്ഥാന സിലബസിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് 3 വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് ലഭിച്ചു എന്നിരിക്കട്ടെ, അതായത് 300 മാർക്ക്. ഇവർ കീം പരീക്ഷ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ ഇവരുടെ ഈ 300 മാർക്ക് 273 മാർക്കായി കുറയും. അതേസമയം CBSEയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് 300-ൽ 292 മാർക്കേ ലഭിച്ചിട്ടുള്ളൂ എന്നിരിക്കട്ടെ. പക്ഷേ അവർക്ക് 300-ൽ 300 മാർക്കായി കീം എൻട്രൻസിൽ വരുമ്പോൾ മാറും. ഇതായിരുന്നു തുടർന്ന് വന്നിരുന്ന ഈ ഫോർമുല. ഇതാണ് ഇത്തവണ പൂർണ്ണമായി മാറ്റിയത്. CBSEയുടെയും സംസ്ഥാന സിലബസിലെയും കുട്ടികളുടെ മാർക്ക് 100 വീതം ഏകീകരിച്ചു. അതായത് സംസ്ഥാന സിലബസിൽ ഫിസിക്സിൽ 120-ൽ 90 മാർക്ക് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് കീമിലെത്തുമ്പോൾ 100-ൽ 75 മാർക്കായി മാറും. മാർക്ക് കണക്കാക്കുമ്പോൾ CBSE വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന അധിക മാർക്ക് ഇത്തവണ അങ്ങനെ ഇല്ലാതായി. ഇതുകൂടാതെ പുതുതായി 3 വിഷയങ്ങൾക്കും അനുപാതവും കൂടി കൊണ്ടുവന്നു. കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ യഥാക്രമം 5:3:2 എന്ന രീതിയിലായിരിക്കും കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് കണക്കിന് 100-ൽ 75 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് കീമിലെത്തുമ്പോൾ അവരുടെ കണക്ക് 150 മാർക്കിന് 112 എന്ന രീതിയിലേക്ക് കൂടും. യഥാക്രമം ഫിസിക്സിന്റെ മാർക്ക് 90-ലും കെമിസ്ട്രിയുടെ മാർക്ക് 60-ലുമായി കണക്കാക്കുന്നതായി കുറഞ്ഞു. ഇതായിരുന്നു ഇത്തവണ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന രീതി. ഈ രീതി നടപ്പാക്കിയതോടെ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരേ പരിഗണന കീമിൽ ലഭിച്ചു. പക്ഷേ എൻട്രൻസിന് അപേക്ഷ ക്ഷണിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇത് പ്രഖ്യാപിക്കാത്തതിനാലാണ് ഇപ്പോഴത്തെ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്.